UDFിന്റെ ആത്മവിശ്വാസം, കഴിഞ്ഞ കാലങ്ങളിൽ അവർ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അത് തകർന്ന് വീണിട്ടുണ്ട് എന്ന് വി.ഡി. സതീശന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ്. പുതുയുഗ യാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത് പുതുയുഗ യാത്ര കടന്നു പോകുമ്പോൾ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കും എന്നാണ്. പുതുയുഗ യാത്ര ഓരോ സ്ഥലത്തും സമാപിക്കും. അതാത് ദിവസം രാത്രി സീറ്റ് വിഭജന ചർച്ചകൾ നടക്കും. പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ സീറ്റ് വിഭജന ചർച്ച ഘടകകക്ഷികളുമായി പൂർത്തിയാക്കും എന്നാണ്. എന്നാൽ ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അരമണിക്കൂർ മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. കേരള കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. കേൾക്കാം ആ വാക്കുകൾ. അതൊക്കെ തീരുമാനമായി, എല്ലാം തീരുമാനമായി. ഞാൻ പറയാ അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. വി.ഡി. സതീശൻ പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയിട്ടില്ല. തൊട്ടുപിറകെ വന്ന വിവിധ ഘടകകക്ഷി നേതാക്കൾ പറയുന്നത് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല എന്നാണ്. പി.ജെ. ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് പറഞ്ഞത് ചർച്ച പൂർത്തിയായിട്ടില്ല, 2 ദിവസം എടുക്കും എന്നാണ്. അതും കൂടി കേൾക്കാം. 2 ദിവസത്തിനുള്ളിൽ കൂടാ, 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകാനുണ്ട്. ഇനി UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗുമായുള്ള ചർച്ച പൂർത്തിയായോ? ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പക്ഷേ പൂർത്തിയായി എന്നാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്നാൽ പൂർത്തിയായില്ല എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM എ സലാം പറയുന്നു. PM എ സലാമിന്റെ വാക്കുകൾ കേൾക്കാം. അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക. തങ്ങൾ പറയും 2 ദിവസം കൊണ്ട് എന്തായാലും സ്ഥാനാർത്ഥികൾ പറയും. ഞങ്ങൾ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അവസാനത്തെ വട്ട ചർച്ചകളാണ് ഇപ്പൊ ഇന്നൊക്കെ നടക്കുന്നത്. എന്ന് വെച്ചാൽ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു എന്നർത്ഥം. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച എങ്ങും എത്തിയില്ല. കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയം അത് ദില്ലിയിൽ വൻ അടിയാണ്. എവിടെയും എത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത 4 MP-മാർ മത്സരിക്കും എന്നാണ്. അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, കെ സുധാകരൻ, പിന്നീട് MK രാഘവൻ രംഗത്തുണ്ട്, കൊടിക്കുന്ന് സുരേഷൻ രംഗത്തുണ്ട്. ഇവരിൽ 4 പേർ മത്സരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. എന്ന് വെച്ചാൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയില്ല എന്ന്. 2 ദിവസം കഴിയാതെ കോൺഗ്രസിന്റെ സീറ്റ് നിർണയ ചർച്ചകൾ നടക്കില്ല. UDFിലെ സീറ്റ് വിഭജന ചർച്ചകളും പൂർത്തിയാകില്ല എന്ന കാര്യം സംശയമേ ഇല്ല. എന്ന് വെച്ചാൽ UDFിലെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായില്ല. കോൺഗ്രസിനകത്തെ സീറ്റ് നിർണയവും സ്ഥാനാർത്ഥി നിർണയവും ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നർത്ഥം. എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമോ എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് പല സ്ഥലത്തും ഘടകകക്ഷികൾ തമ്മിൽ അടിക്കുന്നത്. പരസ്യമായി തന്നെ തമ്മിലടി കോതമംഗലത്ത് നാം കണ്ടു. തിരുവനന്തപുരത്ത് ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയുടെ കോലം കത്തിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് പോസ്റ്ററുകൾ വരുന്നു കോൺഗ്രസിന് എതിരെ. ഇങ്ങനെ എല്ലാ ജില്ലകളിലും വലിയ പ്രതിസന്ധികളെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. അപ്പോഴെല്ലാം കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇതിനേക്കാളും വലുത് ഇതിനു മുമ്പ് കോൺഗ്രസിൽ നടന്നിട്ടുണ്ട്, അത്രയൊന്നും ഇപ്പോൾ നടക്കുന്നില്ലല്ലോ എന്ന്. അത് എല്ലായ്പ്പോഴും കോൺഗ്രസ് പറയുന്ന രീതിയാണ്. തമ്മിലടിച്ച് തീരാനാണ് UDFിന്റെ കോൺഗ്രസിന്റെ സ്ഥിതി എന്നാണ് ഇപ്പോഴുള്ള സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഒരു സംശയം വേണ്ട, വലിയ പൊട്ടിത്തെറി UDFിൽ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്.